പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചെയ്യുന്നത് പാവ് ഭാജിയുടെ റെസിപ്പിയാണ്. മുംബൈയുടെ ഫേമസ് സ്ട്രീറ്റ് ഫുഡായ പാവ് ഭാജിയാണിത്. പാവ് എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ഷേപ്പുള്ള സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ടൈപ്പ് ബ്രെഡാണ്. ഭാജി എന്ന് പറയുന്നത് അതിൻ്റെ കറിയാണ്. അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടിയാണ് പറയുന്നത്, പലർക്കും അറിയായിരിക്കും. ഇതിൻ്റെ ഒപ്പം ഹോം മെയ്ഡ് മസാല എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നും കൂടി ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ കണ്ടാലോ? ആദ്യം ഇതിൻ്റെ മസാല റെഡിയാക്കാം. അതിനായി 2 ടേബിൾ സ്പൂൺ മല്ലി, 4 കാശ്മീരി ചില്ലി, 4 എരിവുള്ള മുളക്, ജീരകം 1 ടേബിൾ സ്പൂൺ, 1 ടീസ്പൂൺ കുരുമുളക്, 1.5 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം, 1 കഷ്ണം പട്ട. ഇത് വലിയ ഏലക്കയാണ്. ഇതുണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതി, ഇല്ലെങ്കിൽ അത് ഒഴിവാക്കാം. 3 ചെറിയ ഏലക്ക, 4-5 ഗ്രാമ്പു, പിന്നെ 1 ടേബിൾ സ്പൂൺ കസൂരി മേത്തി. ഇത്രയാണ് വേണ്ടത്. ഇനി ഇതെല്ലാം ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. എണ്ണയൊന്നും വേണ്ട. എണ്ണ ഇല്ലാതെ തന്നെ ആദ്യമേ നമുക്ക് മുളക് ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം. കരിഞ്ഞു പോകരുത്, ചെറിയ ഫ്ലെയിമിലിട്ട് വേണം ചെയ്യാനായിട്ട്. ജസ്റ്റ് ഒന്ന് ചൂടായി കിട്ടിയാൽ മതി. ഇനി കസൂരി മേത്തി ഒഴികെയുള്ള ബാക്കി എല്ലാം കൂടെ ഇട്ട് ഒന്ന് ചൂടാക്കി എടുക്കാം. ഇപ്പോൾ ഓൾറെഡി ഈ തവയിൽ ചൂടുണ്ട്, അതുകൊണ്ട് ഞാൻ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്തു. ഇനി അതിലേക്ക് കസൂരി മേത്തിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം ഒന്ന് തണുക്കട്ടായിരുന്ന്. തണുത്ത് കഴിയുമ്പോൾ നന്നായിട്ട് തണുത്തതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്കിട്ട് പൊടിച്ചെടുക്കാം. ഇതിൻ്റെ ഒപ്പം 2 ടേബിൾ സ്പൂൺ ആംചൂർ പൗഡർ, 1 ടേബിൾ സ്പൂൺ ചുക്ക് പൊടിച്ചത്, പിന്നെ 1-2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി, ആവശ്യത്തിന് ഉപ്പ്, ഇത്രയും ചേർത്ത് ഇതിൻ്റെ കൂടെ തണുത്ത മസാലകളെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് പൊടിച്ചെടുക്കുക. ആംചൂർ പൗഡർ എന്ന് പറയുന്നത് പച്ചമാങ്ങ ഉണക്കി പൊടിച്ചതാണ്. ഭാജി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു 3-4 കാശ്മീരി ചില്ലി ഞാൻ ചെറു ചൂടുവെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം 5-6 ചുള വെളുത്തുള്ളി. ഇത് രണ്ടും കൂടെ നല്ല സ്മൂത്തായിട്ടൊന്ന് അരച്ചെടുക്കുക. കുറേശ്ശെ വെള്ളം ചേർത്ത് കൊടുത്ത് അരയ്ക്കുക കേട്ടോ. ഇതേപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. മിക്സിയുടെ ജാറിൽ അല്പം വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ലൂസായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസി ആക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇവിടെ കുറച്ച് വെജിറ്റബിൾസൊക്കെ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ക്യാപ്സിക്കം ഉണ്ട്, കോളിഫ്ലവർ, ഉരുളക്കിഴങ്ങ്, ക്യാരറ്റ്, ബീട്രൂട്ട് കളറിന് വേണ്ടിയിട്ടാണ് ഇടുന്നത്. ഇതിൻ്റെ കൂടെ 2 തക്കാളിയും കൂടെ ചേർക്കുന്നുണ്ട്. ഇനി ഒരു കുക്കറിലേക്ക് അല്പം ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് കട്ട് ചെയ്ത് വെച്ച് വെജിറ്റബിൾസ് എല്ലാം കൂടെ ചേർക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പും അല്പം മഞ്ഞൾപ്പൊടി, 3/4 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച് ലോ ഫ്ലെയിമിൽ ഒരു 3 വിസിൽ വരുന്നിടം വരെ വേവിക്കാം. ഇനി ഹൈ ഫ്ലെയിമിലാണ് വയ്ക്കുന്നതെങ്കിൽ ഒരു 5 വിസിലാവുമ്പോൾ ഓഫ് ചെയ്ത് വെക്കാം. മൂന്ന് വിസിൽ വന്ന് ഞാനിത് ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇതിൻ്റെ ആവിയൊക്കെ പോയി തണുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് തുറക്കാം. വെജിറ്റബിൾസൊക്കെ നന്നായിട്ട് വെന്തിരിപ്പുണ്ട്. ഇനി ഇത് നല്ലപോലെ ഒന്ന് ഉടച്ചു കൊടുക്കണം. അപ്പോൾ ഒരു പൊട്ടറ്റോ മാഷർ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുക. ഇതേപോലെ ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഒന്ന് ഓൺ ചെയ്തിട്ട് ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരുന്ന ചില്ലി ഗാർലിക് പേസ്റ്റ് ഉണ്ടല്ലോ, അത് ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കാം. ഇതിന് എരിവൊന്നുമില്ല. 3-4 ടേബിൾ സ്പൂൺ ആദ്യം ഒഴിച്ചു കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ ബട്ടറും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇതിലേക്ക് ഇപ്പോൾ എരിവിനായിട്ട് ഞാൻ ഒന്നും തന്നെ ചേർത്തിട്ടില്ല. കുട്ടികൾക്കൊക്കെ കൊടുക്കാനാണെങ്കിൽ എരിവ് കുറച്ച് ചേർത്താൽ മതി. ഇനി ഞാൻ കുറച്ച് പച്ചമുളകാണ് എരിവിന് ചേർക്കുന്നത്. ഇതുവരെ കളറിനുള്ള ആദ്യം ചേർത്തിരുന്നത്. അതിൻ്റെ ഒപ്പം കുറച്ച് മല്ലിയില കൂടി ചേർക്കുന്നുണ്ട്. ഉപ്പും കളറും ഒക്കെ നോക്കിയിട്ട് അതിനനുസരിച്ച് ചേർത്തോണം. ഇനി 1-2 മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാവേ. ഇതിനിടയ്ക്ക് ഞാൻ കുറച്ച് കസൂരി മേത്തിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് കറിക്ക് നല്ലൊരു ഫ്ലേവർ തരുവേ. ഇപ്പോൾ ഈ മസാല നന്നായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റി. ഇതിലേക്ക് നമുക്ക് പാവ് ഭാജി മസാല ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂണാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ടേസ്റ്റിനനുസരിച്ച് ചേർത്തോണേ. ഈ ഒരു കറിയുടെ കൺസിസ്റ്റൻസി ഉണ്ടല്ലോ, ഇത് കുറുകിയല്ല ഇരിക്കണ്ടേ, കുറച്ചൊന്ന് നമുക്ക് ഒഴിച്ചെടുക്കാൻ പറ്റുന്ന ഒരു കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. അപ്പം നല്ല ചൂടുവെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പച്ചവെള്ളം ഒഴിക്കരുത്. ആവശ്യത്തിന് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്ത് ഒന്ന് ലൂസാക്കി എടുക്കാം. ഇതിലേക്ക് ബട്ടറും ഓയിലും ഒക്കെ കഴിക്കാൻ പറ്റുന്നവർക്ക് കുറച്ച് ഇതൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാൻ മാക്സിമം ഓയിൽ കുറച്ചാണ് ഉണ്ടാക്കുന്നത്. ബട്ടറൊക്കെ ചേർത്ത് കൊടുത്താൽ കുറച്ചുകൂടെ ടേസ്റ്റ് ഉണ്ടാവുമേ. അപ്പോൾ ഞാൻ ഇത്രയും ലൂസാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതിലേക്ക് അല്പം നാരങ്ങ നീരും മല്ലിയില അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ഭാജി റെഡി ആയിട്ടുണ്ട്.
ഈ പാവ് ഭാജി മസാല ഇല്ലയെന്ന് ഓർത്ത് ആരും ഇത് വീട്ടിലുണ്ടാക്കാതിരിക്കേണ്ട. 5 മിനിറ്റിൻ്റെ കാര്യമുള്ളൂ മസാല ഉണ്ടാക്കാനായിട്ട്. ഇനി ഒരു പാൻ വെച്ച് അതിലേക്ക് അല്പം ബട്ടർ ഇട്ടൊന്ന് മെൽറ്റാക്കാം. ഇതിൻ്റെ മുകളിലേക്ക് 1-2 ടീസ്പൂൺ ചില്ലി ഗാർലിക് പേസ്റ്റും പാവ് ഭാജി മസാലയും കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടെ ഇട്ടിട്ട് കട്ട് ചെയ്ത് വെച്ച പാവ് ഇതിൻ്റെ മുകളിൽ വെച്ച് ഒന്ന് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. തിരിച്ചിട്ട് മറ്റേ സൈഡും ഒന്ന് മുരിച്ചെടുക്കണേ. ഈ ഒരു ബ്രെഡ് വെച്ച് തന്നെ ചെയ്യണം നിർബന്ധമില്ല. നമ്മുടെ സാൻഡ്വിച്ച് ബ്രെഡ് ഉണ്ടല്ലോ, അത് വെച്ച് ചെയ്താലും മതി. മധുരം ഇല്ലാത്ത ഏതെങ്കിലും ബ്രെഡ് വെച്ച് ചെയ്താലും മതി, സെയിം ടേസ്റ്റ് തന്നെയാണ്. ഇപ്പോൾ പാവും റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സൈഡിൽ കുറച്ച് സവോള അരിഞ്ഞും കൂടെ വെച്ച് കഴിച്ചാലുണ്ടല്ലോ സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. ഇത് പുറത്തുനിന്ന് കഴിക്കുന്നതിനേക്കാളും ടേസ്റ്റിയും ഹെൽത്തിയാണ് നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ. ഈ റെസിപ്പികളൊക്കെ ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് പറയുകയാണെങ്കിൽ പുതിയ റെസിപ്പികൾ ചെയ്യാനുള്ള ഒരു പ്രോത്സാഹനം ആയേനെ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണും വരേക്കും. താങ്ക് യു.